കേക്ക് റെഡിയാക്കാനുള്ള ടിന്നിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അടിയിലും സൈഡിലും ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അതിനുള്ളിലേക്ക് ബട്ടർ പേപ്പർ അതേ ഷേപ്പിൽ വെട്ടി വെച്ചിട്ടുണ്ട്, അതും കൂടി ഉള്ളിലേക്ക് വെച്ചു കൊടുക്കണം. കേക്ക് സൈഡിലും അടിയിലും ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ തൂവി കൊടുത്താലും മതിയാവും. അടുത്തതായിട്ടൊരു 10 ചക്കച്ചോള നന്നായിട്ട് ക്ലീൻ ചെയ്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചകിണിയും കുരുവും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരാം നമുക്ക്. ഇനി ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അപ്പൊ ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കാരമലൈസ് ആയി കിട്ടും. നമുക്ക് നന്നായിട്ട് അലിഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു കളറിലായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. അത് തിളച്ച് നല്ല കാരമലൈസ്ഡ് സിറപ്പായിട്ട് നമുക്ക് കിട്ടും. അത് അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് കേക്കിന് ആവശ്യമുള്ളത്. അപ്പം അതിനായിട്ട് 1 കപ്പ് മൈദ, അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരിച്ചെടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പം അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര 2 ഗ്രാമ്പൂ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഗ്രാമ്പൂ ചേർക്കുമ്പോൾ നല്ലൊരു മണവും ഫ്ലേവറും നമ്മുടെ ഈ കേക്കിന് കിട്ടും. ഇനി ഇതും കൂടി നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പം അതിനായിട്ട് 2 മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അതിലേക്ക് കൂടെ 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം നമുക്ക്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം അരച്ചു വെച്ചിരുന്ന ചക്കയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതും കൂടി ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക, പിന്നീട് ബാക്കി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ബാറ്റർ നല്ല തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പാകത്തിന് ലൂസാക്കി എടുക്കാനായിട്ട് അതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് പാൽ ആദ്യം ചേർത്തു, പിന്നീട് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തു. അപ്പോൾ ടോട്ടൽ ഒരു 1/2 കപ്പ് പാല് ചേർത്തപ്പോഴാണ് എനിക്ക് നല്ല പാകത്തിന്, ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാതെ നമ്മുടെ കേക്കിന് പറ്റിയ ഒരു ബാറ്ററിൻ്റെ പരുവത്തിൽ ഈ ബാറ്റർ റെഡിയായി കിട്ടിയത്. പാല് 1-2 ടേബിൾ സ്പൂൺ ആയിട്ട് ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ ലൂസായി പോകും നമ്മുടെ ബാറ്റർ. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മുടെ ബാറ്റർ കിട്ടാനായിട്ട്, എന്നാലേ കേക്ക് നല്ല പാകത്തിന് കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് പാല് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാനിവിടെ കാഷ്യൂ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യണത്. കേക്ക് നല്ല ഭംഗിയുണ്ടാവും ബേക്കായി വന്നു കഴിയുമ്പോൾ കാണാനായിട്ട്. എയർ ബബിൾസ് പോകാനായിട്ടൊന്ന് പയ്യെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം, ഞാൻ ഇവിടെ ഒരു കടായിയാണ് യൂസ് ചെയ്തേക്കണേ. നേരത്തെ തന്നെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കേക്ക് ടിൻ നേരെ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ചു വെക്കാം. അടപ്പുമ്പോൾ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ടിഷ്യോ എന്തെങ്കിലും കടലാസോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് അടച്ചു വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലേ ഇത് വെക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അടുക്ക് ഇങ്ങനെ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് പുറത്തേക്ക് വന്നാൽ കേക്ക് വെന്തു എന്നാണ് അതിനർത്ഥം. അതുപോലെ ഇത് റെഡി ആവാനുള്ള സമയം ഓരോരുത്തർക്ക് മാറി മാറി വരാം. എനിക്ക് 40 മിനിറ്റാണ് ഇവിടെ എടുത്തത് ഇത് റെഡിയായി വരാനായിട്ട്. കേക്ക് വെന്തതിന് ശേഷം തണുക്കാനായിട്ട് കുറച്ച് നേരം പുറത്തെടുത്ത് വെക്കണം. പെട്ടെന്ന് തന്നെ കേക്ക് മോൾഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാനും പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ടാവും. തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ പുറത്തുനിന്ന് ടിഷ്യൂ ഒക്കെ എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ലൊരു വലിയ കടായിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. എത്ര സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇനി ഇതൊന്ന് നമുക്ക് മുറിച്ച് നോക്കാം.
അങ്ങനെ സൂപ്പർ ഈസി ടേസ്റ്റി ജാക്ക് ഫ്രൂട്ട് കേക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി. ഇത് വേവണ സമയത്ത് നല്ല ചക്ക വരട്ടുന്ന പോലത്തെ നല്ലൊരു വാസന വരും നമുക്ക്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ല അടിപൊളി റെസിപ്പീസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എവർഗ്രീൻ സ്വാദിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ കാണാം.